ട്രംപിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് മോദി അതിശക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലാണ് അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഉറപ്പ് കൊടുത്തത്. പ്രത്യേകിച്ച് കർഷകരോടായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യാതൊരു തരത്തിലും അടുത്ത ദിവസം മുതൽ ട്രംപിൻ്റെ പുതിയ തീരുവ വരികയാണ്. ആ അവസരത്തിലാണ് മോദിയുടെ ഈ വഴങ്ങില്ല എന്നുള്ള ഒരു ഉറച്ച സ്വരത്തിലുള്ള ഭീഷണി. എത്ര വരെ എത്തും അത് എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്. ആ സ്ഥലം ഗാന്ധിജിയുടെ മണ്ണിൽ നിന്ന് സാമ്രാജ്യത്വത്തിനെതിരെ വീണ്ടും ഒരു ഗുജറാത്തുകാരനായ ആൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ്, ഇന്ത്യ മുഴുവൻ അംഗീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് അവിടെ നിന്ന് ട്രംപിനോട് പറയുകയാണ്, നിങ്ങളുടെ അവസരവാദ രാഷ്ട്രീയ ശൈലി ഇനി എടുത്താൽ ഇന്ത്യ നിങ്ങൾക്കെതിരെ ഒരു മതിൽ സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്കെതിരെ ഒരു മതിൽ, അതായത് ഇന്ത്യ മാത്രമായിരിക്കില്ല എന്നുള്ളതാണ്, ഒരു ലോക മതിലായിരിക്കും സൃഷ്ടിക്കുന്നത്. ഞങ്ങൾ ചൈന, റഷ്യ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ മതിൽ ഞാൻ സൃഷ്ടിക്കും എന്ന ഒരു മറുഭീഷണിയാണ് ഇന്നലെ ട്രംപിന് മോദി നൽകിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കർഷകരെ, ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളെ, ഞങ്ങളുടെ പശുപാലകരെ വെള്ളത്തിലാക്കുന്ന നിങ്ങളുടെ തീരുവാ സമ്പ്രദായത്തിന് ഞങ്ങൾ അനുകൂലിക്കില്ല. എന്താണ് ട്രംപിൻ്റെ ആഗ്രഹം എന്നറിയില്ല. ട്രംപിൻ്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, ഇന്ത്യ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണം. എന്ത് കാര്യത്തിൽ? അന്തക വിത്ത് ഇവിടെ ഇറക്കുന്ന കാര്യത്തിൽ. അതായത് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന വിത്തെന്ന് പറയുന്നത് നമുക്ക് അടുത്ത തവണയും വിളയിറക്കാം. അത് മാറ്റി അന്തക വിത്ത് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവരുടെ നിന്ന് വാങ്ങിക്കണം. ഇനി മേലിൽ അവൻ കനിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇവിടെ വിത്തിറക്കാൻ കഴിയുള്ളൂ. അതായത് ഇതൊരു രീതി തുടങ്ങിയ ഒരു 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മറ്റ് സസ്യങ്ങൾ ഇവരുടെ എല്ലാം പ്രജനനം അസാധ്യമായി തീരും. അത് പിന്നെ അമേരിക്കയുടെ അന്തകവിത്ത് വന്നാലേ നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വരും. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, നമ്മുടെ ഡയറി ഉൽപ്പന്നങ്ങൾ മുഴുവൻ താഴെ പോകുന്ന വിധത്തിൽ അവരുടെ ഡയറി ഉൽപ്പന്നങ്ങൾ നമ്മളിങ്ങോട്ട് ഇറക്കുമതി ചെയ്യും. അതിന് തീരുവ കുറയ്ക്കണം. നമ്മളിപ്പോൾ വലിയ തീരുവയാണ് വെച്ചിരിക്കുന്നത്. അതാണ് അവരുടെ പ്രശ്നം. കാരണം നമുക്കിവിടെ സെൽഫ് സഫിഷ്യൻസിയിലുള്ള സാധനമാണ് നമ്മുടെ കർഷകർ, നമ്മുടെ പശുപാലകർ. അതുകൊണ്ട് പിന്നെ ഒരുവിധം ജീവിച്ചു പോവുകയാണ്. അപ്പോൾ അവരെ വെള്ളത്തിലാക്കുന്ന, അവരുടെ വായിൽ മണ്ണിടുന്ന മറ്റൊരു നയമാണ്. അതും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ പ്രധാന സാധനമാണ് മത്സ്യസമ്പത്ത്. നമ്മുടെ 6000 കിലോമീറ്റർ വരുന്ന കടൽ തീരത്ത് നമ്മൾ ഭയങ്കരമായ മത്സ്യകൃഷി മത്സ്യ സമ്പത്ത് നമ്മൾ അതിൽ നിന്ന് നേടിക്കൊണ്ടിരിക്കുകയാണ്. ആ മത്സ്യ വിഭവങ്ങൾ നമ്മുടെ കയ്യിലുള്ള പോലെ ലോകത്ത് ഇന്ന് പലരുടെ കയ്യിലില്ല. നമ്മുടെ മത്സ്യങ്ങൾക്ക് വിദേശ വിപണി ഭയങ്കരമാണ്. അപ്പോൾ അതിനെയും തടുക്കണം. അതിന് അമേരിക്കയുടെ കയറ്റുമതിക്ക്, മത്സ്യ കയറ്റുമതിക്ക് ഇവിടെ അവസരം കൊടുക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ സുഭിക്ഷമായ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സമ്പത്ത്, പിന്നെ സസ്യസമ്പത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നെല്ലുണ്ടെന്ന് വിചാരിക്കുക, ആ നെല്ല് അവിടെ പൂഴ്ത്തി വയ്ക്കുക, എന്നിട്ട് ഞാൻ തരുന്ന വിലയ്ക്ക് നിങ്ങൾ നെല്ല് വാങ്ങിക്കണം എന്ന് പറയുന്ന നയമാണ്. നിങ്ങളുടെ വീട്ടിൽ പശുവും പാലുണ്ട്, പക്ഷേ അത് പോരാ. നിങ്ങളുടെ പശുവും പാല് നിങ്ങൾ വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞിട്ട് ഞാൻ തരുന്ന പശുവും പാലും വെണ്ണയും നിങ്ങൾ വാങ്ങിക്കണം. നിങ്ങളുടെ വീട്ടിലെ കുളത്തിൽ മത്സ്യമുണ്ട്, ആ മത്സ്യത്തിനെ പിടിക്കരുത്. ഞാൻ ഇവിടുന്ന് മത്സ്യം തരും, അതിനെ പെട്ടിയിലാക്കി ടിന്നിലാക്കി തരുന്നതിനെ നിങ്ങൾ ഭക്ഷിച്ചോണം. ഇത് ഏത് ന്യായം എന്ന് ചോദിക്കുന്നതിന് പകരം മോദി അന്തസ്സായിട്ട് ചോദിക്കുകയാണ്, വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കരുത്, കളിച്ചാൽ ഞാൻ അതിനെതിരെ ഒരു മതിൽ തീർക്കും. ഇത് മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരോട് മാത്രം ഇങ്ങനെ പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ. അതുപോലെ ഇപ്പോൾ ട്രംപിനോട് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുകയാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങളൊരു മതിൽ തീർക്കും. നിങ്ങൾ ഇന്ത്യ ക്വിറ്റ് ചെയ്യേണ്ട അവസ്ഥയല്ല, നിങ്ങൾ ഈ ലോകത്തെ പ്രധാന രാഷ്ട്രങ്ങളിൽ നിന്ന് ക്വിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ കൊണ്ടെത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതിന് അദ്ദേഹം പറഞ്ഞു, യാതൊരുവിധ വിട്ടുവീഴ്ചകളും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടേതായ ഉൽപ്പന്നങ്ങളും മറ്റുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ സ്വയം പര്യാപ്തതയാണ് ഞങ്ങളുടെ ലക്ഷ്യം, അതിന് ഞങ്ങൾ സ്വദേശിയാണ് ഞങ്ങളുടെ ലക്ഷ്യം.
അതിന് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ തടുക്കാമെന്ന് കരുതേണ്ട. വളരെ ഒരു വാണിംഗ് മട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. പണ്ട് അതന്നെ ഞാൻ പറഞ്ഞ ഗാന്ധിയുടെ മണ്ണിൽ നിന്ന് അങ്ങനെ പറഞ്ഞത്. പണ്ട് ഗാന്ധിജി സാമ്രാജ്യത്വക്കാരോട് പറഞ്ഞത് എത്ര ശക്തമായാണോ അതുപോലെ ആധുനിക ഇന്ത്യയുടെ മനസ്സ് പിടിച്ചടക്കിയ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് നരേന്ദ്രമോദി പറയുകയാണ്, നിങ്ങളുടെ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കുതന്ത്രവും വിരട്ടും ഞങ്ങളോട് വേണ്ട എന്നുള്ളത്. ഈ രീതിയിൽ ഇന്ത്യയെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഉദ്ദേശം. മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സ്വദേശി ഉൽപ്പന്നങ്ങളെ. അതെ, സ്വദേശി വേണ്ട തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. അതെ, അതിന് പ്രോത്സാഹിപ്പിക്കാൻ പണ്ട് നമ്മൾ ഗാന്ധിജിയുടെ പ്രഖ്യാപനം മാത്രം മതിയായിരുന്നു നമ്മൾ സ്വദേശി ധരിക്കാൻ. ഇന്ന് അങ്ങനെ സ്വദേശി അങ്ങനെ സ്വീകരിക്കില്ല ആൾ. അത് സ്വദേശി സ്വീകരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, അതിൽ ക്വാളിറ്റി ഇംപ്രൂവ്ഡ് ആയിരിക്കണം. രണ്ടാമത്തേത് വില കുറച്ച് കിട്ടണം. അതിനാണ് അദ്ദേഹം പറഞ്ഞത് GST സ്ലാബ് നിങ്ങൾക്ക് ഞാൻ 2 ആക്കി തരും. അതിന്റെ ഫലമായിട്ട് മികച്ച സാധനങ്ങൾ നമ്മൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ നിങ്ങൾക്ക് വില കുറച്ച് ഞാൻ ഇവിടെ തരും. അപ്പം നിങ്ങളത് വാങ്ങിച്ചാൽ മതി. അമേരിക്കയുടെ വാങ്ങേണ്ട കാര്യമില്ല. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പല നേട്ടങ്ങളുണ്ട്. ഇതിന് പുറമെ നമ്മൾ പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നിലവിലുള്ള അമേരിക്കൻ മാർക്കറ്റിനെ ഇൻഡയറക്റ്റ് ആയിട്ട് സെയിൽ നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബ്രിട്ടന് വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് സാധനം വാങ്ങിച്ച് അവിടെ കൊണ്ടുവയ്ക്കാം. നമ്മൾ അവിടെ ഫ്രീ ട്രേഡാണല്ലോ. ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഫ്രീ ട്രേഡാണ്. ഇന്ത്യയിൽ നിന്ന് സാധനം വാങ്ങിച്ച് ബ്രിട്ടനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ റഷ്യയെ എല്ലാവരും ബാൻ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ എന്താ ഇത്? റഷ്യ ക്രൂഡ് ഓയിൽ നമുക്ക് തരുന്നു, നമ്മൾ ഇവിടുന്ന് ശുദ്ധീകരിച്ച് മറ്റു രാഷ്ട്രങ്ങൾ കൊടുക്കും. ഇതേ മെത്തേഡ് നമുക്ക് ചെയ്യാൻ അറിയാം. അപ്പോൾ ബ്രിട്ടൻ ആ രീതിയിലൊരു ഫ്രീ ട്രേഡിന് തയ്യാറായി വരികയും നമ്മുടെ സാധനങ്ങൾ അവിടെ കയറ്റി അയക്കുകയും അവരത് കുറെ കൂടെ നല്ല രീതിയിലാക്കി ലോകത്തിലെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കായാലും മറ്റ് അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾക്കായാലും വിതരണം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം അത്തരത്തിലുള്ള പല മേഖലകളിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വിജയിക്കും എന്ന് തന്നെയാണ് നരേന്ദ്രമോദി കണക്ക് കൂട്ടുന്നത്. അതിനോടൊപ്പം RBI ഇന്ന് പറഞ്ഞിരിക്കുന്നു, നമ്മുടെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞിരിക്കുന്നു, ഇവിടെ വിലക്കയറ്റം ഉണ്ടാകാതിരിക്കാൻ, നാണയപ്പെരുപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ RBI സ്വീകരിക്കും. അതും ഒരു മുന്നറിയിപ്പാണ്. അതായത് ട്രംപ് ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ നിങ്ങൾക്ക് നിങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള കയറ്റുമതി ചുങ്കം കൊണ്ട് തടുക്കാൻ കഴിയില്ല. അതിനുള്ള മെക്കാനിസം ഞങ്ങൾ ചെയ്യും. കാരണം ഇതൊരു വലിയ എക്കോണമിയാണ്. ട്രംപ് മറ്റുള്ളവരോട് കളിക്കുന്ന പോലെയല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സബ് കോണ്ടിനെൻ്റ് ആണ്. ഞാൻ മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുള്ള പോലെ യൂറോപ്പിലെ ഒരു 28 രാഷ്ട്രങ്ങൾ ചേരുന്നതിന് തുല്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യം. 28 സംസ്ഥാനങ്ങൾ, 28 രാഷ്ട്രങ്ങളാണ്. ജനസംഖ്യയിൽ അങ്ങനെയാണ്, വിസ്തൃതിയിൽ, ഭൂവിസ്തൃതിയിൽ അങ്ങനെയാണ്. തമിഴ്നാട് 8 ലക്ഷം പേരാണുള്ളതെങ്കിൽ തമിഴ്നാട്ടിൽ 8 കോടി ആൾക്കാരാണുള്ളതെങ്കിൽ ആ 8 കോടി ആൾക്കാർ ആണ് ജർമ്മനിയിലുള്ളത്. ഫ്രാൻസിൽ 7 കോടിയോളമാണെങ്കിൽ അത് ആന്ധ്രാപ്രദേശിലുള്ളത്. മറ്റ് സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര എടുത്താൽ, UP എടുത്താൽ 24 കോടിയാണ് ജനങ്ങൾ. അപ്പം നമ്മൾ ഇതൊരു യൂറോപ്പിലെ ഒരു ബ്രിട്ടനോ, യൂറോപ്പിലെ ഒരു ജർമ്മനിയോ, യൂറോപ്പിലെ ഒരു ഫ്രാൻസോ, യൂറോപ്പിലെ ഒരു ഇറ്റലിയോ അല്ല ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു കാനഡ അല്ല ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ യൂറോപ്യൻ കൺസോളിഡേഷൻ രാഷ്ട്രങ്ങളുടെ അതേ ശക്തിയും പ്രാപ്തിയും ഉള്ളവരാണ്. അതേ ശക്തിയിലും പ്രാപ്തിയിലും ഈ രാഷ്ട്രത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം ട്രംപേ. ഇതാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന വെല്ലുവിളി. ഈ വെല്ലുവിളിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളൊരു മതിൽ തീർക്കും. ആ മതിൽ ഇന്ത്യയുടെ മതിലായിരിക്കില്ല, ലോകരാഷ്ട്രങ്ങളുടെ ഒരു മതിൽ. നിങ്ങളുടെ സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കെതിരെ ഞങ്ങൾ ഉയർത്തും. അല്ല, ഇന്ത്യയുടെ ഇടം ഒരു ലോക വിപണി ആക്കി മാറ്റുമെന്ന് വരെ നരേന്ദ്രമോദി പറയുകയുണ്ടായി. ലോകത്തിന് മുഴുവൻ പർച്ചേസ് ചെയ്യാവുന്ന ഒരിടമാക്കി തീർക്കുക എന്നുള്ളതാണ് സാധ്യമാണ്. കാരണം ലോകത്ത് ഇന്ന് നമ്മുടെ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ലേബറേഴ്സ് ഇല്ല. ചൈന കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ലേബറേഴ്സ് ഉള്ളത് നമ്മുടെ ഇവിടെയാണ്. കേരളമല്ല കേട്ടോ. കേരളത്തിൽ ഏതാണ്ട് അമേരിക്കക്കാർക്ക് കൂടുതൽ വരുമാനം പല തൊഴിലാളികളും ഉണ്ടാക്കുന്നുണ്ട് ജോലി ചെയ്യാതെ. നരേന്ദ്രമോദി അമിത്ഷാ വന്നാൾ പറഞ്ഞ അതാണ്. ഇവിടെ കമ്മ്യൂണിസം വന്നതിൻ്റെ ഫലമായിട്ട് മനുഷ്യർ മന്ദതയിലായിരിക്കുന്നു. കാരണം കൂടുതൽ ശമ്പളം, കുറച്ച് ജോലി.
അങ്ങനെ ചെയ്യുന്ന ആരുണ്ടോ ആ രാജ്യം അഭിവൃദ്ധിപ്പെടില്ല, ആ സംസ്ഥാനം അഭിവൃദ്ധിപ്പെടില്ല, ആ കുടുംബം അഭിവൃദ്ധിപ്പെടില്ല, ആ വ്യക്തി അഭിവൃദ്ധിപ്പെടില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. മിതമായ തോതിലുള്ള വേതന നിരക്ക് ഇരിക്കുമ്പോൾ അവർക്ക് ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടുകൾ കൂടി ഉണ്ടാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചുറ്റുപാടുകൾ ഉണ്ടാക്കാൻ നല്ല വീട്, നല്ല വൈദ്യുതി, ജലം, ശുദ്ധജലം, റോഡ്, ഇത്തരമുള്ള സൗകര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുന്നു. അവർക്ക് ആയുഷ്മാൻ ഭാരതിലെ ഉള്ളിലൂടെ അവർക്ക് കൂടുതൽ ആരോഗ്യ പരിപാലനത്തിനുള്ള സൗകര്യം കൊടുക്കുന്നു. 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായി കൊടുക്കുന്നു. നമുക്ക് ഇൻഷുറൻസ് പോലും എടുക്കണ്ട. 70 വയസ്സ് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെന്റ് ഫ്രീ എന്ന് പറയുന്നത്. 5 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പദ്ധതി 70 വയസ്സായ ഒരാൾ എടുക്കണമെങ്കിൽ അയാൾക്ക് ഏതാണ്ട് 50,000-അടുപ്പിച്ച് രൂപ ഒരു വർഷം മുടക്കണം. ഇത് ഒരു ടാക്സും പിടിക്കാതെ നമ്മൾ അത്തരം ഒരു ആനുകൂല്യം ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്നു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അമേരിക്കയിൽ 70 വയസ്സ് കഴിഞ്ഞവരുടെ സംഖ്യ നമ്മൾ എടുത്തു കഴിക്കുമ്പോൾ തന്നെ വലിയൊരു സംഖ്യയാണ്. അത് മാത്രമല്ല, ബ്രിട്ടനിലുണ്ടല്ലോ, ബ്രിട്ടനിൽ ഏതാണ്ട് 15% ടാക്സ് നിങ്ങൾ കൊടുക്കുകയാണ് മാസം. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ 15%, അതായത് 15 ലക്ഷം രൂപ അവിടെ കെട്ടിവെച്ചാലേ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പാർട്ട് ടൈം ആണോ ഫുൾ ടൈം ആണോ അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ അവിടെ ജോലി ചെയ്യണമെങ്കിൽ ഇന്ത്യക്കാരൻ അവിടെ 5 വർഷത്തേക്ക് പോകണവനും ഈ പൈസ അവിടെ കൊടുക്കണം. എന്തെന്നറിയാമോ? അവിടുത്തെ ആളുകൾക്ക് ഭാവിയിൽ ഇൻഷുറൻസ് പരിരക്ഷ, ചികിത്സ, ഇത്തരം കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിനാണ്. ഇത് ഇന്ത്യയെ പോലെ ബൃഹത്തായ ഒരു രാഷ്ട്രത്തിൽ, ഇത്ര വലിയ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രത്തിൽ 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും 5 ലക്ഷം രൂപയുടെ ചികിത്സ എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ്. അപ്പം അത്തരം ആനുകൂല്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഇന്ത്യയെ ഞങ്ങൾ ശക്തമാക്കി, ഇന്ത്യയിലെ ജനങ്ങളെ ശക്തമാക്കി, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നോക്കിക്കൊണ്ട് അവരിൽ നിന്ന് ഉൽപാദനം ശക്തമാക്കി നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ലോക വിപണിയെ ഞങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അതെല്ലാം നടക്കണമെങ്കിൽ ഇന്ത്യയിൽ നല്ല ഒരു അന്തരീക്ഷം വേണം. വെറും നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷവും മറ്റുമൊക്കെ ആയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളതും കൂടെ അദ്ദേഹം പറയാതെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇലക്ഷൻ ഒരു 5 വർഷത്തിൽ ഒരിക്കൽ ഇലക്ഷൻ, ഇത് എല്ലാ തവണയും ഇലക്ഷൻ, എല്ലാ മാസവും ഇലക്ഷൻ, ഒരു വർഷത്തിൽ 10-12 ഇലക്ഷൻ. ഇങ്ങനെ പോകുമ്പം പ്രധാനമന്ത്രിക്ക് സമയം കിട്ടില്ല, കേന്ദ്രമന്ത്രിമാർക്ക് സമയം കിട്ടില്ല, പ്രതിപക്ഷ നേതാവിന് സമയം കിട്ടില്ല, മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് സമയം കിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് അവർ രാഷ്ട്രീയം മാത്രമാണ് ഇവിടുത്തെ വിപണനം. കഴിഞ്ഞ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം എന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഘടനവും രാഷ്ട്രീയ വിപണനവുമാണ് നടക്കുന്നത്. ഇത് മാറി ഇന്ത്യ പ്രൊഡക്റ്റീവ് ആക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനാണ് 1 കൺട്രി 1 ഇലക്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊന്നിനും അത് മനസ്സിലാക്കാൻ നമ്മുടെ ആൾ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ല, അതിപ്പോഴും ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുക. അല്ല, അത് നടന്നിട്ടില്ല. നടക്കണമെങ്കിൽ പ്രതിപക്ഷത്തിന് സപ്പോർട്ട് വേണമല്ലോ. പ്രതിപക്ഷത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ എങ്ങനെ നടക്കുന്നത്? പ്രതിപക്ഷം കൂടെ സഹകരിക്കേണ്ട ഇത്തരം ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ. അത് നടത്താത്തടത്തോളം കാലം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതെല്ലാമാണ് അദ്ദേഹം ട്രംപിന് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ നമ്മളോട് പറയുന്നതാണ്, ഇന്ത്യക്കാരോട് പറയുന്നത്. ഞാൻ ഈ വെല്ലുവിളികളെല്ലാം ഏറ്റെടുക്കാൻ എൻ്റെ വ്യക്തിപരമായി ചില നഷ്ടങ്ങൾ കൂടെ സഹിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, അല്ലേ? അത് പക്ഷെ അപ്പോൾ അതിന് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരണം എന്നുള്ളതാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.